എവരിവൺ, ഇന്ന് നമുക്ക് ഒരു ഇൻസ്റ്റന്റ് നാനിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണയായിട്ട് നാൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തൈരും യൂസ് ചെയ്യാറുണ്ട്. ഈ രണ്ട് മെത്തേഡിലും കുറഞ്ഞ ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ മാവ് പുളിക്കാൻ വേണ്ടി വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നാൻ ഉണ്ടാക്കാൻ പറ്റൂ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഇൻസ്റ്റന്റ് നാൻ റെസിപ്പിയാണ്. നമ്മൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡറും തൈരിന് പകരം പാലുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ 10 മിനിറ്റ് മാത്രം നിങ്ങൾ മാവ് വെച്ചാൽ മതിയാകും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നാനാക്കി എടുക്കാൻ പറ്റും. റെസിപ്പിയിലേക്ക് പോയാലോ? താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് ഇവിടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3/4 കപ്പ് പാലാണിത്. റൂം ടെമ്പറേച്ചറുള്ള പാലാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒഴിക്കുന്നത് ഓയിലാണ്. 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 250 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി വെച്ചും നിങ്ങൾക്ക് ഈ ഒരു നാൻ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ കടയിൽ കഴിക്കുന്ന പോലത്തെ അതേ ഒരു ടേസ്റ്റിലും രൂപത്തിലും കിട്ടണമെങ്കിൽ നമ്മൾ മൈദ തന്നെ യൂസ് ചെയ്യണം. കയ്യിൽ എണ്ണ ഒന്ന് തടകി ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. 5 മിനിറ്റ് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് കിട്ടും. ഇനി നമുക്കൊരു അയണിൻ്റെ പാത്രമാണ് വേണ്ടത്. നിങ്ങൾക്ക് പാൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒരിക്കലും നോൺ സ്റ്റിക്ക് പാൻ നമ്മൾ യൂസ് ചെയ്യരുത്. ഇനി മൈദ ഇട്ടിട്ട് ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. കൈകൊണ്ടാണെങ്കിലും പരത്താവുന്നതാണ്. ഇതിനി പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ ഒന്ന് വെള്ളം ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ തിളപ്പിച്ചാറിച്ച വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണം. ഇത് നമ്മുടെ പാനിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് തീയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ചേർത്ത ഭാഗം നമ്മൾ പാനിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ പാൻ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഒരിക്കലും തീ കുറച്ച് വെക്കരുത്. അപ്പോൾ നാനിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോവും. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇതുപോലെ കുമിളകൾ വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇതൊന്ന് നല്ല കുമിളകളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ഒന്ന് കമഴ്ത്തി പിടിച്ച് ആ ഒരു തീ കൊണ്ട് ഇത് കുക്ക് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുമിള സ്പൂൺ ഉപയോഗിച്ചൊന്ന് പൊട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പുക വരുമായിരിക്കും. ഇതുപോലെ ഒന്ന് കമഴ്ത്തി പിടിച്ച് തീ കൊണ്ട് ഇതിനെയും വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഏത് സൈഡിലാണ് തീ നല്ലതായിട്ടുള്ളതെന്ന്. അങ്ങനെ എല്ലാ ഭാഗത്തിലേക്കും തീ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ബട്ടർ നാനിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബാക്കിയെല്ലാം നാനും ചുട്ടെടുക്കുന്നുണ്ട്. ഇത് എത്ര സോഫ്റ്റ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും കടയിൽ പോയി കഴിക്കില്ല. അതുപോലെ ടേസ്റ്റിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.